ഏതാണ് ആ പ്രാർത്ഥന? ഒരു മുഅ്മിനായ മനുഷ്യൻ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ച ദുആ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്താണ് ഏതാണ് ആ പ്രാർത്ഥന. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ എപ്പോഴും അവരുടെ നാവിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥന. രാവിലെ സുബഹിക്ക് എണീക്കുന്നതാകുന്ന സഹോദരൻ അവന്റെ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ചെല്ലേണ്ടുന്ന പ്രാർത്ഥനയിലും പരിശുദ്ധ പ്രവാചകൻ ഈ ദുആ പഠിപ്പിച്ചു. ഏതാണ് പ്രാർത്ഥന? റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ജഹന്നമെന്ന് പറയുന്ന നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ, ഞങ്ങളെ നീ തിരിക്കണേ അല്ലാ. ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. അത് കിട്ടുന്നവർ, അത് നൽകപ്പെടുന്നതാകുന്ന ആളുകൾ, അഥവാ ജഹന്നമ് ഏതൊരു മനുഷ്യന് അല്ലാഹു നൽകിയോ ഏറ്റവും മോശപ്പെട്ട അഭയ കേന്ദ്രമാണല്ലോ അല്ലാ. അതുകൊണ്ട് ആ നരകത്തെ ഞങ്ങളെ നീ തിരിക്കണേ അല്ലാ. ആ നരകത്തെ വിട്ടുകൊണ്ട് ഞങ്ങളെ നീ തിരിക്കണേ അല്ലാ. ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ നീ തിരിക്കണേ അല്ലാ. ഇതെപ്പോഴാ പ്രാർത്ഥിക്കേണ്ടത്? ഇത് മുഅ്മിനീങ്ങളുടെ ഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ പ്രാർത്ഥനയിൽ ഇതുണ്ടാവണം. നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ഈ സദസ്സ് ദുആ തുടങ്ങുന്നത് തന്നെ കുറച്ച് ദുആ പഠിപ്പിക്കുന്നതിലൂടെയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഈ ബോക്സ് ഒന്ന് എനിക്കൊന്ന് തിരിച്ചു വെച്ചാൽ എനിക്കെന്തോ പോരായ്മ പോലെ തോന്നുന്നു. ഒന്നിങ്ങനെ നേരെ വെച്ച് ഇച്ചിരി കൂടെ ഓളിയോ ഇടാവോ? ബുദ്ധിമുട്ടില്ലെങ്കിൽ കുഴപ്പമില്ലല്ലോ. പ്രശ്നമാവോ? അപ്പൊ ദുആ വളരെ ഏറ്റവും അമൂല്യമായ സംഗതിയാണ്. രാവിലെ നമ്മളൊരു വാദിന മജ്ലിസ് വന്ന അറിവ് നേടിയിട്ട് പോകണം. അതിന് ആദ്യമായിട്ട് ഞാൻ തുടക്കത്തിൽ ഒരു ദുആ പഠിപ്പിച്ചു. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാണ് ആ പ്രാർത്ഥന? റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. ഇത് രാവിലെ പ്രഭാതത്തിൽ എണീറ്റാൽ ഉടനെ പ്രാർത്ഥിക്കുന്നവന് നരകം ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. രാവിലെ ഉറക്കത്തിൽ എണീറ്റാൽ ഉടനെ ഈ ദുആ അങ്ങോട്ട് ചെയ്യാം. കുറച്ച് ആയത്തുകൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ആ ആയത്തുകൾ ഓതുന്നതിനോടൊപ്പം ഈ ദുആയും കൂടി നമ്മൾ ഫിറ്റ് ചെയ്യുക. റഹ്മാനായ റബ്ബിന്റെ അടിമകൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത് ഈ പ്രാർത്ഥനകളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് ദുആകളുണ്ട്. ആ സമയത്ത് ഞാനത് മാത്രമാണ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നത്. ഈ ഒരൊറ്റ ദുആ എല്ലാം കൂടി പറയുമ്പോൾ നമുക്കൊരു പക്ഷേ തെറ്റിപ്പോവും. അതുകൊണ്ട് ഒരെണ്ണം മാത്രം ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നേരെ സുബഹി നമസ്കരിക്കാൻ പുരുഷന്മാര് പള്ളിയിലേക്ക് പോയി. കഴിഞ്ഞ വർഷം നമ്മൾ നമസ്കാരത്തിന്റെ അമാലുകളെ കുറിച്ച്, അതിന്റെ ശ്രേഷ്ഠതകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷൻ പള്ളിയിലേക്ക് പോകുന്നു. സ്ത്രീകൾ ഒളു എടുത്തുകൊണ്ട് മുസല്ല വിരിച്ചു നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു.
തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതാകുന്ന ആളുകൾക്ക് അഥവാ തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകർ മുഖേന സുബഹിയുടെ സുന്നത്തിന് ശേഷം ഒരു കടത്തം പഠിപ്പിക്കുന്നുണ്ട്. സുബഹിയുടെ സുന്നത്ത് തന്നെ വലിയ ശ്രേഷ്ഠമായ സുന്നത്താണ്. റവാത്തിബ് സുന്നത്തുകളിൽ അഥവാ നമസ്കാരങ്ങൾക്ക് ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള റവാത്തിബാകുന്ന സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന സുന്നത്ത് നമസ്കാരമാണ് സുബഹിയുടെ സുന്നത്ത് നമസ്കാരം. സുബഹി തന്നെ ഇല്ലാത്ത മുഅ്മിനീങ്ങളുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല. സുബഹി നമസ്കരിക്കുന്ന ആളുകൾ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിനു മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് ഗൗനിക്കണം, ശ്രദ്ധിക്കണം. അത് വലിയ ശ്രേഷ്ഠമുള്ള അമലാണ്. ആ സുബഹിയുടെ സുന്നത്ത് നമസ്കരിക്കുമ്പോൾ ഏത് സൂറത്താണ് ഓതേണ്ടത്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തി. മൻ സല്ലാ സുന്നത്തൈ സുബ്ഹി ബിഅലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ നബിയുനാ റസൂലുള്ളാഹി. സുബഹിയുടെ സുന്നത്തിൽ ആരൊരുവൻ അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂക്തം കൊണ്ട് ഓതി നമസ്കരിച്ചിട്ടുണ്ടോ അന്നത്തെ ദിവസത്തിൽ അവനൊരു മനോവശവും ഉണ്ടാവൂല, ഒരു ദുഃഖവും ഉണ്ടാവൂല, ഒരു പ്രയാസവും അവന് നേരിടേണ്ടി വരൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്രയോ ഉമ്മമാർക്കാണ് പരാതി, എത്രയോ സഹോദരങ്ങൾക്കാണ് പരാതി. ഉസ്താദേ, എന്റെ മെഡിക്കൽ ശരിയാകുന്നില്ല ഉസ്താദേ, എന്റെ വിസ റെഡിയാകുന്നില്ല ഉസ്താദേ, എന്റെ ജോലി ബറക്കത്തില്ല ഉസ്താദേ, പ്രശ്നങ്ങളാണ്, പ്രയാസങ്ങളാ, വീട്ടിൽ ബുദ്ധിമുട്ടാണ്, കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിലേക്ക് കൊണ്ടുവരണേ. ആ പ്രവാചകൻ പഠിപ്പിക്കുന്ന മനുഷ്യ, നീ സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണേ. സുബ്ഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ മൻ ഖറഅ ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗം അലമുൻ നബിയുനാ റസൂലുള്ളാഹി. ആരൊരുവൻ സുബ്ഹിയുടെ 2 റക്അത്തുള്ള നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീലാകുന്ന അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും ഓതി നിസ്കരിച്ചിട്ടുണ്ടോ? ലം യജിദുഹു ഫീ ദാലികൽ യൗം. നബി തങ്ങൾ ഉറപ്പ് നൽകുകയാണ്, അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവനുണ്ടാവുകയില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പോ ഒന്ന് നമ്മൾ പഠിച്ചത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സഅത് മുസ്തഖറൻ വ മുഖാമ. ഈ പ്രാർത്ഥന. രണ്ടാമത് നമ്മൾ പഠിച്ചത് സുബ്ഹിയുടെ സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി വന്നു. സുന്നത്ത് നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത്. എന്താ സൂറത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദറക ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. ഈ സൂറത്ത് ഒന്നാമത്തെ റക്അത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങള് ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ ഉപകാരപ്പെടും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവർക്കും ഇപ്പൊ പ്രശ്ന, സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രയാസം അല്ലേ? ആർക്കും മനോവശം ഇല്ലാത്തവരില്ല. എല്ലാവരുടെയും മനസ്സിന് സമാധാനം കിട്ടണം. എന്നാ വേണ്ടത്? സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്തിൽ ചെയ്യേണ്ട അമലാണിത്. ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്ത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. രണ്ടാമത്തെ റക്അത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ.
സൂറത്തുൽ ഫീൽ എന്നുള്ള അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. ഞാനിത് ഓതി പറഞ്ഞത് ആർക്കും അത് തെറ്റ് വരരുത്, അതിനുവേണ്ടി ശ്രദ്ധിക്കാൻ വേണ്ടി നല്ലതുപോലെ. ഇതൊരു അമലാണ്, ചെറിയ അമലല്ല, വലിയ അമലാണ്. എല്ലാ ഉലമാക്കളും പണ്ഡിതന്മാരും സാത്വികരാകുന്ന ആളുകളും മഹത്തുക്കളും സജ്ജനങ്ങളും നഫീസത്തുൽ മിസ്രി അടക്കമുള്ളതാകുന്ന ആളുകളും ഉമ്മമാരൊക്കെ ചെയ്തതാകുന്ന അമലാണിത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട്, സുബഹി നമസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തുൽ കാഫിറൂനെയും രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള ഇഖ്ലാസ് സൂറത്തും ഓതുക. അബൂ സാദി രണ്ടും കൂടി എന്താണ്? ഇത് ഉലമാക്കൾ ചർച്ച ചെയ്തു, രണ്ടും കൂടി ജംഇ ചെയ്തു, ഏകോപിപ്പിച്ചുകൊണ്ട് ഉലമാക്കൾ പറഞ്ഞു തന്നു. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹ് സൂറത്തിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക. അവ രണ്ട് സൂറത്തിനെ പരിഗണിച്ചത്. അങ്ങനെ ആരെങ്കിലും ഓതിയാൽ ലം യജിദുഹു ഫീ ദാലിക്കൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം, ആ ഒരു ദിവസം മുഴുവനും 24 മണിക്കൂറും പിറ്റേ ദിവസത്തിലെ സുബഹി സുന്നത്ത് നമസ്കരിക്കുന്നത് വരെ ഒരു വിഷമം അവന്റെ മനസ്സിൽ അഥവാ അവന് തട്ടുന്ന, അവനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷമം ഉണ്ടാവൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ആ സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ച് അങ്ങനെ സലാം വീട്ടിയാൽ ഉടനെ ഒരു ചെറിയ ദുആ, എല്ലാ നമസ്കാരത്തിന് ശേഷവും ദുആ ഇരക്കൽ സുന്നത്താണ്. ചെറിയ ദുആ, നമ്മൾ ദുആ ഇരക്കൽ, നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ചെറിയ ദുആ. ഇത് നേരത്തെ പള്ളിയിൽ പോകണം, അപ്പോഴാണ് ഈ സുന്നത്ത് നമസ്കാരം. ഇനി പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഇവ വീട്ടിൽ നിന്ന് സുന്നത്ത് നമസ്കരിക്കാമെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാം പുരുഷന്മാർ. സ്ത്രീകളും പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സുന്നത്ത് നമസ്കാരം. അതിനുശേഷം തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്ക് വലതുവശം ചെരിഞ്ഞുകൊണ്ട് ഒരു കടത്തം പരിശുദ്ധ തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. വലതുവശം ചെരിഞ്ഞുകൊണ്ട് ഒരു കടത്തം. ആർക്കാണ് അത് പഠിപ്പിക്കുന്നത്? തഹജ്ജുദ് നമസ്കരിച്ച, സുബഹിക്ക് മുമ്പ് തഹജ്ജുദ് നമസ്കരിച്ചതാകുന്ന ആളുകൾക്കാണ് ആ സുന്നത്താകുന്ന കടത്തം പഠിപ്പിക്കുന്നത്. അങ്ങനെ കടക്കുന്ന സന്ദർഭത്തിൽ ഒരു ദുആ ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ ദുആ? ആ ദുആ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. ആ ദുആ എന്താണ്? ഞാനിതാ പറഞ്ഞത്, രാവിലെ നമ്മുടെ പ്രഭാതം മുതൽ തുടങ്ങി നരകത്തെ തൊട്ടുള്ള കാവൽ. അവിടെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. വലതുവശം ചെരിഞ്ഞ് അങ്ങനെ കടക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂർക്കം വലിച്ച് ഉറങ്ങാനല്ല, ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഈ ദുആ ഇരക്കാൻ വേണ്ടി കടക്കുകയാണ്. അതാണ് അത് പഠിപ്പിക്കുന്നത്. അവന്റെ തഹജ്ജുദിന് എണീറ്റ ക്ഷീണം മാറ്റാനാണെന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നല്ലതുപോലെ കൂർക്കം വലിച്ച് ഉറങ്ങാനല്ല, ഉറങ്ങാത്ത നിലയ്ക്ക് ചെറുതായിട്ടൊന്നും കൊണ്ട് കടക്കണം, ഓർമ്മയോടുകൂടി കടക്കണം. ഉറങ്ങാൻ പാടില്ല, ഉറങ്ങിയാൽ പിന്നെ വുളു രണ്ടാമും പുതുക്കണം ഷാഫി മദ്ഹബ് അനുസരിച്ച്. അവനങ്ങനെ വലതുവശം ചെരിഞ്ഞ് കടന്നിട്ടൊരു പ്രാർത്ഥന. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീല വ അസ്റാഈല വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. സുബഹിയുടെ സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് വലതുവശം ചെരിഞ്ഞുകൊണ്ട് കടക്കുമ്പോഴും മുഅ്മിനേ, അല്ലയോ പ്രിയപ്പെട്ട മുഅ്മിനത്തെ, നിന്റെ നാവിൻ തുമ്പിലൂടെ നീ ചോദിക്കേണ്ട പ്രാർത്ഥന നരകത്തെ തൊട്ടുള്ള കാവലാണ്. പ്രഭാത നമസ്കാരത്തിന് മുമ്പ് തന്നെ ഉറക്കപ്പായിൽ നടിക്കുമ്പോൾ തന്നെ നീ ദുആ ചെയ്യേണ്ടതും റബ്ബേ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാ, എന്നെ നീ കാക്കണേ അല്ലാ. വളുവെടുത്തുകൊണ്ട് മുസല്ല വിരിച്ചുകൊണ്ട് ആദ്യമായി നമസ്കരിക്കുന്നതാകുന്ന സുബഹിയുടെ സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് വലതുവശം ചെരിഞ്ഞുകൊണ്ട് കടന്നുകൊണ്ട് നീ ദുആ ചെയ്യാൻ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാ. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല, ഓ ജിബ്രീലിന്റെ അല്ലാ, ഓ മീകാഈല, ഓ മീകാഈലിന്റെ റബ്ബേ, വ ഇസ്റാഫീല,
ഇസ്രാഫീലിന്റെ റബ്ബേ വഅസ്റായീല. ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ആത്മാവിനെ പിടിക്കുന്ന അസ്റായീലേ, അസ്റായീലിന്റെ അല്ലാഹ്, അസ്റായീലിന്റെ റബ്ബേ വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളെയും സർവ്വ ചരാചരങ്ങളെയും പടയ്ക്കാൻ നിമിത്തമായ മുത്തുനബിയേ, മുത്തുനബിയേ അവിടുത്തെ റബ്ബേ അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ. അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്, നരകത്തെ തൊട്ടെന്നെ നീ കാത്തി രക്ഷിക്കണേ അല്ലാഹ്. ഇതാണ് ആ പ്രാർത്ഥന, ഇതാണ് ആ ദുആ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നും കൂടി ആവർത്തിക്കുന്നു, സുബഹിക്ക് മുമ്പുള്ള ദുആ, രണ്ടാമത് സുബഹി നമസ്കാരം, ആ സുന്നത്ത് നമസ്കാരത്തിൽ ചെല്ലുന്ന സൂറത്ത്, അതിനുശേഷമുള്ളതാകുന്ന വലതുവശം ചെരിഞ്ഞുള്ളതാകുന്ന കടത്തും, ആ കടത്തത്തിലുള്ള ദുആ. എങ്ങനെയാ ദുആ? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല وإسرافيل وعزرائيل ومحمد صلى الله عليه وسلم اللهم أجرني من النار. നമ്മളെല്ലാ ജുമായ്ക്കും കേൾക്കുന്നതാ ഇല്ലേ? അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ അല്ലേ, കേൾക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ദുആ നമുക്ക് നല്ലോണം അറിയാം. പിന്നെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതാ അല്ലാഹുമ്മ റബ്ബ ജിബ്രീല, 4 മലക്കുകളുടെ പേര്. ഇവരൊക്കെ നമുക്ക് ഓർമ്മയുള്ള മലക്കുകളാ. ജിബ്രീല്, മീകായില്, ഇസ്രാഫീല്, അസ്റായീല്. അസ്റായീലിനെ ഒരിക്കലും മറക്കൂല, വേറെ ആരെ മറന്നാലും നമ്മളെ മൂപ്പരെ മറക്കൂല. അപ്പൊ ആ 4 മലക്കുകളുടെ റബ്ബാകുന്ന അല്ലാഹുവേ. എന്നിട്ട് പിന്നെയും പറയുന്നു വ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ റബ്ബേ അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ. അവരെ തവസ്സുലാക്കിയിട്ട് ചോദിക്കണം, അവരെ അടയാളാക്കിയിട്ട് എടുത്തവരെ പറയുമ്പോൾ എന്താ, അവരുടെ ഒരു തണലുകൊണ്ട്, അവരുടെ ഒരു ബറക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇത് സുന്നത്ത് നമസ്കാരത്തിന് ശേഷം വലതുവശം ചെരിഞ്ഞിങ്ങനെ കടന്നുകൊണ്ട് ഈ ദുആ നമ്മൾ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനുശേഷം സുബഹി നമസ്കരിക്കുന്നു. ജമാഅത്തായി പുരുഷന്മാര് പള്ളിയിൽ സുബഹി നമസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞാൽ ഉടനെയോ സുബ്ഹാനല്ലാഹ് ഖിബിലയ്ക്ക് അഭിമുഖമായിട്ട് കാലനക്കാതെ കയ്യനക്കാതെ ഇടയ്ക്കൊന്നും സംസാരിക്കാതെ ഒരു ദിക്ർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുക. നിങ്ങൾ ചിന്തിക്ക്, നരകത്തിന്റെ കാവലാണ് ഈ നടത്തുന്നതൊക്കെ. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. ഇത് 10 പ്രാവശ്യം അവന് ഖിബിലയ്ക്ക് അഭിമുഖമായി സുബഹിക്ക് ശേഷവും മഗ്രിബിന് ശേഷവും പറയണേ നബിയുനാ റസൂലുള്ളാഹി യഗ്ഫിറു ലഹു ദുനൂബഹു. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സുബഹി നമസ്കരിച്ചിട്ടും മഗ്രിബ് നമസ്കരിച്ചിട്ടും 10 പ്രാവശ്യം ഈ ദിക്ർ ചെല്ലുന്നവന്റെ സർവ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമത്രേ. വൈൻകാന മിസ്ല സബദിൽ ബഹരി, സമുദ്രത്തിൻ്റെതാകുന്ന തിരമാലകളിലൂടെ അടിച്ചു വരുന്ന പതകളുണ്ടല്ലോ, അതിന് സമാനമായിട്ടാണ് അവന്റെ പാപമെങ്കിലും പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തിരമാലകൾ അടിച്ചു വരുമ്പോ ഇങ്ങനെ കുറെ നൊരകളുണ്ടാകും, പതകളുണ്ടാകും. അതിന് സമാനമായിട്ട് തെറ്റുകൾ ഉണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കും. എന്താണ് ദിക്ർ? സുബഹി കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു. നമ്മളെവിടെ ഉസ്താദിനെ ചവിട്ടിയിട്ട് അപ്പോഴേ വീട്ടിലെത്തിയിട്ടുണ്ടാവും. ചാടി ഇറങ്ങി ഓടുകയാണ്, ധൃതിയാണ് നമുക്ക്. എന്നിട്ട് പിന്നെ ഉസ്താദിനോട് വന്നിട്ട് പറയാം, ഉസ്താദെ ഒന്ന് മന്ത്രിക്കണേ, ഇച്ചിരി വെള്ളം ഒന്ന് ഊതിത്ത, കച്ചവടം ഇല്ല, ബറക്കത്തില്ല. നമസ്കാരം കഴിഞ്ഞ് അവിടെ മാന്യമായിട്ടിരിക്കൻ ഈ ദിക്റുകളൊക്കെ ചെടുക്കൻ. ഇത് സഹോദരിമാർക്കും പറ്റും, സഹോദരങ്ങൾക്കും പറ്റും. നോക്ക നിങ്ങൾ, പ്രഭാത സമയത്ത് തന്നെ സുബഹി നമസ്കരിച്ചിട്ട് അവൻ ചെല്ലുകയാണ് ഈ 10 ദിക്ർ. എന്നിട്ടോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാ, അവിടെ ഇരുന്നു കൊണ്ട് അവൻ ദുആ ചെയ്യട്ടെ. അല്ലാഹുമ്മ അജ്റിനി മിനന്നാർ.
അല്ലാഹുവേ പടച്ച റബ്ബേ എന്നെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, എന്നെ നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 7 പ്രാവശ്യം. ഇത് പലരും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും, പക്ഷെ ജീവിതത്തിൽ അമൽ ചെയ്ത് കൊണ്ടുവന്നിട്ടില്ല. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. സഹോദരിമാരും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാനിത് ആവർത്തിക്കുന്നത്. സുബഹി നമസ്കരിച്ചതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ 10 പ്രാവശ്യം. എത്ര പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു അത് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശേഷം അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അള്ളാഹു നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുക. എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് രാവിലെ പ്രഭാതത്തിൽ നടക്കുന്ന പ്രാർത്ഥന. ഇതേപോലെ തന്നെ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാലും അറ്റൻഷൻ ആയിരുന്നു കൊണ്ട് അഥവാ തഹിയ്യാത്തിൽ ഇരുന്നു കൊണ്ട് കിബിലയ്ക്ക് അഭിമുഖമായി സംസാരിക്കാതെ, ഇടയ്ക്ക് സംസാരിക്കാതെ സലാം വീട്ടിയാൽ ഉടനെ തന്നെ ഇത്തരത്തിൽ തന്നെ ചെല്ലണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ 2 സമയങ്ങളും പ്രഭാത സമയവും പ്രദോഷ സമയവും 2 നേരവും ഉദയ സമയവും അസ്തമയ സമയവും പടച്ച റബ്ബ് പറയുന്നത് ഈ ദിക്ർ അവസാനിപ്പിച്ചുകൊണ്ടാണ്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ, നരകത്തെ തൊട്ട് എന്നെ നീ കാക്കണേ അല്ലാഹ്. ചോദ്യം നോക്കി ശ്രദ്ധിക്കും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി നോക്കി, ഇശാ മഗ്രിബിനിടയിൽ പള്ളിയിൽ നടക്കുന്ന ഹദ്ദാദ് അല്ലെങ്കിൽ ഇശാഇന് ശേഷം നടക്കുന്ന ഹദ്ദാദ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന വനഊദു ബിക മിൻ സഖതിക വന്നാർ. اللهم إنا نسألك رضاك والجنة ونعوذ بك من سخطك والنار. അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ആ പൊരുത്തത്തിൽ അധിഷ്ഠിതമാകുന്ന സ്വർഗം നൽകണേ അല്ലാ. വനഊദു ബിക മിൻ സഖതിക വന്നാർ. അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്റെ കോപത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ആ കോപത്തിലൂടെ എത്തിച്ചേരുന്ന നരകത്തെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ അല്ലാ. വനഊദു ബിക മിൻ സഖതിക വന്നാർ. എപ്പോഴാണ് ചെല്ലുന്നത്? ഹദ്ദാദിൽ ചെല്ലുന്ന ദിക്റാണിത്. ഹദ്ദാദിലുള്ള പ്രാർത്ഥനയാണിത്. ഇതിനാരാ ഹദ്ദാദ് ഓതുന്നത്? പള്ളിയിലെ ഉസ്താദ് ഓതിയില്ലെങ്കിൽ നമ്മൾ നാട്ടുകാരെ ബഹളം ഉണ്ടാക്കും. ഉസ്താദിനെ വേഗം പിരിച്ചു വിട്ടേക്കും. ഉസ്താദ് ഓതിയില്ലെങ്കിൽ പ്രശ്നം. ഓതാൻ ഒരാളും ഇല്ല ഉസ്താദിന്റെ കൂടെ. മുത്തഅല്ലിമീങ്ങൾ ഓതിയില്ലെങ്കിൽ പ്രശ്നം. അവരുടെ കൂടെ ഇരുന്ന് ഓതാൻ ഒരാളും ഇല്ല. ഇതാണ് കാലഘട്ടം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താണ് ഹദ്ദാദ് റാത്തീബ്? എന്താണ് ഹദ്ദാദ് റാത്തീബ്? എല്ലാ മഹത്തുക്കളും എല്ലാ ഔലിയാക്കളും അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന അദ്കാറുകളാണ്. ഔലിയാക്കൾ ജീവിതത്തിൽ കൊണ്ടുവന്ന ദിക്റാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത് പതിവാക്കുന്നവർക്ക് വലിയ കൂലിയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് അതിന് പോവുള്ളൂ. അതിന്റെ ഹദ്ദാദ് റാത്തീബ് എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് മലയാളത്തിൽ ഉൾപ്പെടെയുള്ളതാകുന്ന പരിഭാഷയ്ക്ക് സമാനമാകുന്ന പുസ്തകങ്ങൾ വരെ അമൽ ചെയ്യുക. ഇനി എന്നാ അമൽ ചെയ്യാം? നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, അടുത്ത ദിവസം നിസ്കരിക്കാം, അടുത്ത ദിവസം അമൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഭിന്നിപ്പിച്ചു കൊണ്ടുപോകാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കേട്ട അന്നു മുതൽ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെയൊക്കെ എല്ലാ പള്ളികളിലും മഹല്ലത്തിലുണ്ട് ഹദ്ദാദ് റാത്തീബ്. വന്നിരുന്ന് കൂടിയിരുന്നൊക്കെ ചൊല്ലിക്കൊടുത്താൽ മതി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിലുള്ള ചോദ്യമാണ്, അതിലുള്ള ശരണം നേടലാണ് നരകത്തെ തൊട്ടുള്ള കാവലും സ്വർഗം ചോദിക്കലും. അത് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താണ് നരകത്തെ ഇത്രമേൽ എടുത്തുകൊണ്ട് ചോദിക്കുന്നത്? ഇനി നിങ്ങൾ നോക്ക്, ജുമാഅയ്ക്ക് പള്ളി പോയാൽ അവിടെയും നമ്മൾ കേൾക്കുന്നത് എന്താ? മെയിനായിട്ട് അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അത് ദുആ രക്കാത്ത ഒരു മെമ്പറും ഉണ്ടാവൂല. എന്താണ് നരകത്തെ ഇത്രത്തോളം എടുത്തു പറയാനുള്ള കാരണം? ഇത്രത്തോളം എടുത്തു പറയാനുള്ള കാരണം നരകം അത്രമേൽ പ്രധാനമാണ്. അതിനെ തൊട്ട് സൂക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളെ വിളിച്ചുകൊണ്ട് ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ
أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു വിളിക്കുന്നത് മുഅ്മിനീങ്ങളെയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചില്ല. നരകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹു, അതേ സമയത്ത് ഖിയാമത്ത് നാളിന്റെ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്തുൽ ഹജ്ജിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തി യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. എല്ലാവരെയും ബാധിക്കുന്ന സംഗതിയാണത്. നരകത്തെ തൊട്ട് കാക്കാൻ വേണ്ടി അള്ളാഹു മുഅ്മിനീങ്ങളെ പ്രത്യേകമായിട്ട് വിളിക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹുവിനെ കൊണ്ട്, അന്ത്യദിനത്തെ കൊണ്ട്, റസൂലിനെ കൊണ്ട്, കിതാബുകളെ കൊണ്ടൊക്കെ വിശ്വസിച്ചവർക്കാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ വിശ്വസിച്ചു എന്ന് പറയുന്നു, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനം നമ്മളില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വിശ്വസിച്ചതാകുന്ന മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയാ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തെ തൊട്ട് കാക്കണേ, നരകത്തെ തൊട്ട് സൂക്ഷിക്കണേ. വഅഹ്ലീകും, നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ ഭാര്യയെയും ഭർത്താവിനെയും ഓരോരുത്തരെയും രക്ഷിക്കണേ. വിശുദ്ധ ഖുർആൻ അല്ലാഹു എന്തിനെങ്ങനെ എടുത്തു പറഞ്ഞത്? വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെ എന്ന് അല്ലാഹു എന്തിനെ എടുത്തു പറഞ്ഞത്? ഉലമാക്കൾ തഫ്സീറുൽ വിശദീകരിക്കുന്നു. പ്രത്യേകമായി എടുത്തു പറയാനുള്ള കാരണം സ്വന്തം ശരീരവും അതുപോലെ തന്നെ സ്വന്തം കുടുംബവും നരകത്തിനു വേണ്ടി അഥവാ നരകത്തോട് കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നവരായിരിക്കും. അങ്ങോട്ടായിരിക്കും ചായ്വ് ഉണ്ടാവുക. സ്വന്തവും അതുപോലെ തന്നെ അവന്റെ കുടുംബവും. നാട്ടുകാരെ മുഴുവനും നമ്മൾ നന്നാക്കാൻ പോകും. ചില ചെറുപ്പക്കാരെ കണ്ടിട്ടില്ല, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇശാ കഴിഞ്ഞ് 10 മണിയായാലും റോഡിൽ ഇങ്ങനെ പോസ്റ്റ് മറച്ചിട്ടിട്ട് അവിടെ ഇങ്ങനെ മുഖത്തിങ്ങനെ ഇരിക്കായിരിക്കും. നാട്ടുകാർ അതെങ്കിലും ഒരു പെണ്ണങ്ങോട്ട് പോകുന്ന കണ്ടാൽ ഉടനെ ആ പെണ്ണിന്റെ പേരെഴുതി വെക്കും. തൊട്ടുപുറകെ ഒരു ചെറുപ്പക്കാരൻ പോയാൽ ഇവര് തമ്മിൽ ബന്ധമാണ്, കണക്ഷനാണെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് മുഴുവൻ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇടും. ഇതേ സമയത്ത് ഇവന്റെ ഭാര്യ വല്ലവന്റെ കൂടെ പോയോ എന്നുള്ളത് പ്രത്യേകമായി അന്വേഷിക്കേണ്ടിയിരിക്കും. 11:30 ആയാലും ഇവൻ വീട്ടിൽ പോകില്ല, റോഡിൽ ഇങ്ങനെ കറങ്ങി നിൽക്കാം. ഇങ്ങനത്തെ ആളുകൾ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സ്വന്തം കുടുംബത്തെ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. സ്വന്തം കുടുംബത്തെ വളരെയേറെ ശ്രദ്ധിക്കണം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഫിത്നയുടെ കാലഘട്ടമാണ്. ഫിത്നയുടെ കാലഘട്ടമാണ്. ഭൗതികതയോടുള്ള അമിതമാകുന്ന ഭ്രമം മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. നബിയുനാ റസൂലുള്ളാഹി അത് നമ്മൾ മാറ്റിയെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായിയായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുമായി പ്രവാചകൻ ഒരു യാത്ര പോവുകയാണ്. ഫസ്തഖബലനാ ഉഹദ്, ഞങ്ങൾ നടന്നു പോകുമ്പോൾ ഉഹദ് മല ഞങ്ങൾക്ക് അരികിൽ വന്നു. അഥവാ ഉഹദ് മലയുടെ താഴ്വാരത്ത് കൂടിയാണ് ഞങ്ങളുടെ യാത്ര. ഹബീബായ നബി തങ്ങൾ അബൂദറുൽ ഗിഫാരി തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, യാ അബൂദർ അറഅയ്ത ഹാദിഹിൽ ജിബാൽ. അബൂദറേ, ഈ പർവ്വതം നീ ദർശിക്കുന്നുണ്ടോ? ഈ പർവ്വതം നീ കാണുന്നുണ്ടോ? അബൂദറേ. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് പറയുകയാ, ലബൈക യാ റസൂലല്ലാഹ്, നഅം യാ ഹബീബല്ലാഹ്.
എന്റെ തൊട്ടടുത്തുള്ളതാകുന്ന യുഹദ് മല എനിക്ക് നല്ലതുപോലെ കാണാം നബിയേ. അബൂദർ ഗിഫാരി തങ്ങൾ പറയുകയാ, എന്റെ അടുത്തുള്ള പർവ്വതം കാണാമോ എന്ന് നബി തങ്ങൾ എടുത്ത് ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നബി തങ്ങൾ എന്തോ ഗൗരവമുള്ള കാര്യം പറയാൻ പോവുകയാണ്. ഞാൻ എന്റെ കർണപുടം സാഗൂതം പ്രവാചകനിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ ബാദർ, അബൂദറേ, അബൂദറേ, ഈ കാണുന്ന ഉഹദ് മല മുഴുവനും സ്വർണത്തിന്റെ മലയാക്കി നിധി കുമ്പാരമാക്കി എനിക്ക് ജിബ്രീൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളതാ. ആ വഅദ ഞാൻ തള്ളിക്കളഞ്ഞു അബൂദറേ. എനിക്കത് സന്തോഷമില്ല, സന്തോഷമില്ല. ദുനിയാവന്റെ കയ്യിൽ കിട്ടുന്നതിന് എനിക്ക് താല്പര്യമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് മല മുഴുവനും സ്വർണ്ണ മലയാക്കി അവിടത്തേക്ക് നൽകാം ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എനിക്ക് വേണ്ട. ആരാണ് പ്രിയപ്പെട്ട ഹബീബ്? ചിന്തിക്കണേ, ചിന്തിക്കണേ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനെ കുറിച്ച് പറഞ്ഞില്ലയോ? ആ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയില്ലയോ? മാശബിഅ ആലു മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബസാ. 2 ദിവസം തുടർച്ചയായി പ്രവാചകന്റെ വീട്ടിൽ പുകപ്പ് വന്നിട്ടില്ല, അടുപ്പ് പുകഞ്ഞിട്ടില്ല, ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല. 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി വെച്ച് ആഹാരമുണ്ടാക്കിയ ചരിത്രം പ്രവാചകന്റെ കുടുംബത്തിലുണ്ടായിട്ടില്ല. ആര് പറയുക? സഹധർമ്മിണി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠ ചിന്തിച്ചു നോക്ക്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട പത്നിയാകുന്ന ആയിഷ ബീവി പറയുകയാണ്, മാശബിഅ ആലു മുഹമ്മദിൻ മിൻ യൗമൈനി ഖുബസാ. 2 ദിവസം തുടർച്ചയായിട്ട് പത്തിരി കഴിച്ചതായിട്ട് ഞങ്ങളുടെ കുടുംബത്തിലില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഇന്ന് നമ്മുടെയൊക്കെ ജീവിത ചുറ്റുപാട് ചിന്തിച്ചു നോക്ക്. 3 നേരം 4, 5 ഒക്കെ ആയി മാറിയിരിക്കാം ഒരു ദിവസത്തിൽ. ആർഭാടങ്ങൾ കടന്നു വന്നു. ഈ സാമ്പത്തിക പരാധീനതയുള്ള ഈ സമയത്തും മുസ്ലിം സഹോദരിമാർ, മുസ്ലിം അമ്മമാർ, മുസ്ലിം സഹോദരങ്ങളാണ് കടകളിൽ സാധനം വാങ്ങാൻ ഏറ്റവും കൂടുതലുള്ളത്. ഇല്ല എന്ന് പറയാൻ പറ്റുമോ? തുണി പർച്ചേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ ഷോപ്പിലാരാ? നമ്മുടെ താത്താമാര് തന്നെ. ചെരുപ്പ്, ഷൂ, ഒരു വീട്ടിൽ തന്നെ എത്ര ജോഡി ചെരുപ്പുകളാ ഉള്ളത്? എത്ര ജോഡി ചെരുപ്പാ ഉള്ളത്? നമ്മൾ വീടിന്റെ വാതിൽക്കൽ തന്നെ ഷെൽഫ് അടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക അല്ലേ? എത്ര ജോഡി ചെരുപ്പാണ് ഇതിലുള്ളത്? ഒന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്ക്. വില കൂടിയ ചെരുപ്പ്, ലെതറിന്റെ ചെരുപ്പുകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. 2000-ന്റെയും 3000-ന്റെയും പല കമ്പനികളും, എഗോസിന്റെ കമ്പനി ഉൾപ്പെടെയുള്ള എല്ലാ കമ്പനികളും ഉൾപ്പെടെയുള്ള ചെരുപ്പുകളുണ്ട്. ഇതൊക്കെ 1-2 പ്രാവശ്യം ഇട്ടിട്ട് മാറ്റി അങ്ങനെ വെച്ചിരിക്കുക. ആരും ഉപയോഗിക്കുന്നില്ല, ആർക്കും കൊടുക്കൂല. പഴയ ഡ്രസ്സുകളൊക്കെ പഴയ കാലത്തിൽ കൊച്ചാപ്പാട മക്കൾ, ഇളാപ്പാട മക്കൾ, മുത്താപ്പാട മക്കൾ ഇന്നതൊക്കെ വലിയ കുറച്ചില്ല, അത് വാങ്ങുന്നത് കുറച്ചിലായി മാറിയിരിക്കും. ഇന്ന് അവർക്കൊന്നും വേണ്ട, കൊടുക്കുമ്പോൾ പറയും വേണേ 2 ചട്ടം നമ്മൾ തരാം. ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും, സഹോദരങ്ങൾ ഉൾപ്പെടെ ഓരോരുത്തരും ചിന്തിക്കുക, എത്ര ജോഡി ഡ്രസ്സ് നമുക്കുണ്ട്, എത്ര ജോഡി ചെരുപ്പുകളുണ്ട്. ഓരോരുത്തരും അവനവന്റെ കണക്കെടുക്കും. സഹോദരിമാര് ചിന്തിക്കും, എത്ര മിടിയും ടോപ്പുണ്ട്, എത്ര ചുരിദാറുണ്ട്, എത്ര പർദ്ദയുണ്ട് ഓരോരുത്തർക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണെന്ന് മാത്രമല്ല, അടുത്തുള്ള അനുയായികൾ തെറ്റിദ്ധരിക്കാൻ വേണ്ടി, പ്രവാചകന്റെ കൂട്ടുകാര് തെറ്റിദ്ധരിക്കാൻ വേണ്ടി, അഥവാ പ്രവാചകന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അടുപ്പിൽ പഴയ തുണി കത്തിച്ചുകൊണ്ട് അടുപ്പിലൂടെ പുക വെളിയിലേക്ക് വിടുമായിരുന്നു അത്രേ. പഴയ തുണി എടുത്തിട്ട് അടുപ്പിലിട്ട് കത്തിച്ചിട്ട് അതിന്റെ പുക ഇങ്ങനെ വെളിയിക്കൊണ്ട് വിടും അടുപ്പിലൂടെ. എന്തിനാ? അയൽവാസികൾ മനസ്സിലാക്കട്ടെ, നബിയുടെ കുടുംബത്തിൽ ഇന്നും കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡാണെന്ന് മനസ്സിലാക്കട്ടെ.
ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ അയൽവാസികളുമുണ്ട്. അവരും ഇത്തരത്തിൽ അടുപ്പിൽ ഇങ്ങനെ പോയിക്കും. കാരണം എന്താ? അഭിമാനശതും ഭയന്നിട്ട് ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടെന്ന് കരുതിക്കോട്ടെ എന്ന് കരുതിയിട്ട് പോയി നോക്കുമ്പോ അറിയാം അവരുടെ കലത്തിൽ എന്താണുള്ളത്. അങ്ങനെ പോയി നോക്കിയില്ലേ ഒരു വ്യക്തി, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഹഫ്സ ബീവിയുടെ ഊഴമായിരുന്നു അന്നത്തെ ദിവസം. അഥവാ പ്രവാചകൻ ഹഫ്സ ബീവിയുടെ കൂടെ കഴിയുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അങ്ങോട്ട് കടന്നു ചെല്ലുകയാണ്. റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നുകൊണ്ട് സലാം ചൊല്ലി അള്ളാന്റെ റസൂലിനെ നോക്കുമ്പോ ഹബീബായ നബി തങ്ങൾ കടക്കുന്നത് ഈന്തപ്പന ഓല വിരിച്ചതാകുന്ന പായയിലാണ്. ഹബീബായ നബി തങ്ങളുടെ സുന്ദരമായ ആ പൂമേനിയിൽ ഈന്തപ്പന ഓലകളുടേതാകുന്ന അടയാളങ്ങൾ പ്രവാചകന്റെ ശരീരത്തിൽ കാണാമായിരുന്നു. ഇത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരയുകയാണ്. അടുക്കളയിലേക്ക് പോയി നോക്കുമ്പോ ഹബീബായ നബി തങ്ങളുടെ വീടാ. ആരാണ് പ്രവാചകർ സഹോദരങ്ങളെ? അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനക കൊട്ടാരമായിട്ട് തിരുസവിധത്തിൽ തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാക വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ വീട്ടിലെ അവസ്ഥയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിയെ നോക്കുമ്പോ പട്ടിന്റെ മെത്തയില്ല, നബിയെ നോക്കുമ്പോ തേക്കിന്റെ കട്ടിലില്ല, നബിയെ നോക്കുമ്പോ സുന്ദരമായ തലയിണയില്ല. പ്രവാചകൻ കിടക്കുന്നത് ഈന്തപ്പന ഓല വിരിച്ചതായ വിരിപ്പില. ആ വിരിപ്പിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ കണ്ടപ്പോ എണീറ്റിരുന്ന പ്രവാചകന്റെ പുറത്ത്, പ്രവാചകന്റെ പൂമേനിയിൽ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഉമർ ബിൻ ഖത്താബ്. കരയാതെ മുഅ്മിനേ, കരയാതെ മുസ്ലിമേ, ഈ ചേർത്തും നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഈ ചരിത്രം നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടുക്കളയിലേക്ക് ചെല്ലുകയാണ്. ഹഫ്സ ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണ്, പൊന്നുമോളാ. മകൾ എന്താണ് ഭർത്താവിന് വെച്ചു കൊടുക്കുന്നതെന്ന് നോക്കാൻ ചെന്നപ്പോ ആ വീട്ടിലുള്ളത് അല്പം ശഈർ മാത്രമാണ്, അല്പം തൊലി ഗോതമ്പ് മാത്രമാണ്. ആർക്കും വേണ്ടാത്ത ചണ്ടിയാകുന്ന തൊലി ഗോതമ്പ് മാത്രമാണ് ആ വീടിന്റെ മൂലയിൽ അല്പം കണ്ടത്. അത് കണ്ടപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് സഹിച്ചില്ല. ഫബകാ ബുകാഅൻ ശദീദാ, അതിശക്തമായ രീതി. ഉലൈക ഖൗമുൻ ഉജ്ജിലത് ലഹും സവാബു ദുനിയാ, ഭൗതികമാകുന്ന ജീവിതത്തിന്റെ ആഡംബര തുന്തലത്തിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുപോയി ഉമറേ. അവർക്ക് ആഖിറമില്ല ഉമറേ. കേസറയുടെയും കൈസറിന്റെയും അധികാരങ്ങൾ ഏറിയിരിക്കുന്നവർക്ക് ആഖിറമില്ല ഉമറേ. വലനൽ ആഖിറ വലനൽ ആഖിറ. ഉമറേ, ഉമറേ, ദാരിദ്ര്യത്തിൽ അമർന്നിരിക്കുന്ന നമുക്കുണ്ടല്ലോ, അഥവാ മുസ്ലിമീങ്ങൾക്കുണ്ടല്ലോ, അഴീക്കോടുള്ള ഉമ്മ, അഴീക്കോടുള്ള ഉപ്പ, സന്തോഷിക്കണേ, സന്തോഷിക്കണേ. സമ്പത്ത് കുറയുന്നതിൽ നമ്മൾ പരിഭവം പറയേണ്ടതില്ല, നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല. നബി പറയുകയാണ് വലനൽ ആഖിറ. സാമ്പത്തിക പരാധീന അനുഭവിക്കുന്നതാകുന്ന മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളെ റസൂലുള്ള പഠിപ്പിക്കുകയാ വലനൽ ആഖിറ, നമുക്കാണ് സ്വർഗമുള്ളതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്നോട് ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് സഹോദരിമാരുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ വർഷം അതിനുശേഷം ഒരുപാട് സഹോദരിമാര് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ദാരിദ്ര്യത്തിന്റെ വിഷയം. വളരെ ബുദ്ധിമുട്ട്, സഹോദരങ്ങളാണെങ്കിൽ കച്ചവടമില്ല, പ്രയാസമില്ല. പക്ഷെ എന്നാൽ അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടും പറഞ്ഞു, ഉസ്താദ് എന്ന ലാ ഹൗല എന്ന ദിക്ർ ഞങ്ങൾ ചെല്ലിയിട്ട് ഒരുപാട് പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ കടലുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്, കൂലിപ്പണിക്കാരായ ആളുകളുണ്ട്, അവർക്കൊക്കെ റാഹത്ത് കിട്ടിയിട്ടുണ്ട് ലാ ഹൗല എന്ന ദിക്ർ. അത് ഞാൻ പറഞ്ഞതല്ല, ആര് പറഞ്ഞതാ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി. ലാ ഹൗല കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗ്ഗത്തിൽപ്പെട്ട നിധിയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അത് അനുഭവിച്ചറിയണം എന്ന് പറഞ്ഞാൽ ചെല്ലി അറിഞ്ഞാലേ അറിയുള്ളൂ. തഴവ ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ലേഹ്യമാണ്, ഇത് ഡെയിലി കഴിക്കേണ്ട ലേഹ്യവുമാണ്, മുടങ്ങാതെ കഴിക്കേണ്ടതാകുന്ന ലേഖ്യാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ജീവിതം എപ്പോഴും സ്റ്റൈല, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ട തെറ്റിപ്പോവരുതേ, അലസതയാൽ ഒഴിക്കരുതേ. ഒറ്റ ദിവസം മുടങ്ങാതെ ചെല്ലുക. എങ്ങനെ ചെല്ലണ്ട? ഞാൻ അതിനെ കൈതും കൂടി പറഞ്ഞിരുന്നു. ഷർത്ത് എന്ത്? ബിസ്മി ചേർത്തിട്ട് ചെല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതിനോട് ചേർക്കാൻ വേണ്ടി ഒരു വാവും കൂടി, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അസീം. അത് 101 പ്രാവശ്യം ചെല്ലുന്ന ആളുകൾ എത്ര പേരുണ്ടെന്ന് കൈവക്കിക്ക്. നിത്യമാക്കിയ ആളുകൾ കഴിഞ്ഞ വർഷം മുതൽ. അള്ളാഹുവിനെ നമ്മുടെ ജീവിതത്തിൽ അത് മുടങ്ങാതെ ചെല്ലാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒരുപാട് സഹോദരിമാർ അത് ചെല്ലുന്നുണ്ട്. ചെല്ലിയത് കാരണമായിട്ട് ദാരിദ്ര്യം നീങ്ങിയത് ഒരുപാട് പേര് എന്നെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് ആളുകൾ. വീടില്ലാത്തൊരു സഹോദരി, നമ്മുടെ ഈ സംഘടനയിൽപ്പെട്ട ഒരു സഹോദരന്റെ സഹോദരി കൂടിയാണ്. വീടില്ലാത്തൊരു സഹോദരി ഈ ദിക്ർ പറഞ്ഞു കൊടുത്തു. അവരത് ചെല്ലി 6 മാസം കൊണ്ട് റബീഉൽ അവ്വൽ ഈ കഴിഞ്ഞ മാസത്തിൽ അവർ കുടിയിരിക്കൽ നടത്തി വീട്ടിൽ കയറി താമസിച്ചു. അള്ളാഹു നമുക്കതിനുള്ള സൗഭാഗ്യം തരട്ടെ. വീടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ കൊണ്ടുവരണം. കുറച്ച് ചിട്ടകൾ കൊണ്ടുവന്നേ പറ്റൂ. അലസമായിട്ടുള്ള ജീവിതം പോരാ. കടന്നങ്ങ് ഉറങ്ങുക. സുബഹിക്ക് ശേഷം അങ്ങനെ കടന്നുറങ്ങുകയാണ്. ഒരു ബോധമില്ല, സുബഹി നമസ്കാരം പോലും ഇല്ല. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബറക്കത്ത് കെട്ട മനുഷ്യനാകണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ബറക്കത്തില്ലാത്തവനാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സുബഹി കഴിഞ്ഞ് ഉറങ്ങിയാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ശൈഖുന തഴവ ഉസ്താദ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അഥവാ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ആ ഉദയം, നമ്മുടെയൊക്കെ പള്ളിയിൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ലേ, ഉദയം 6:25 അല്ലെങ്കിൽ 6:27, 6:30 ഇങ്ങനെ സമയം കാണും അല്ലേ? നമ്മൾ മനസ്സിലാക്കി എന്താ ഇത്? ഈ ഉദയം മനസ്സിലാക്കിയിട്ട് പലരും എന്താ വല്ല യാത്രയ്ക്ക് പോകുന്നുണ്ടോ? ഈ ഉദയം എഴുതാൻ കാരണം അതുവരെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അതുവരെ ഇരുന്നു കൊണ്ട് ദിക്ർ ചെല്ലുന്നവർക്ക് വലിയ ശ്രേഷ്ഠതയാണ്, വലിയ പവിത്രതയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ ദിക്റും ഔറാദും ഒക്കെ ആ സമയത്തൊക്കെ കൊണ്ട് വെച്ചാൽ വലിയ മഹത്വമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. യാസീൻ സൂറത്ത് ഓതാം, ഇദാ വഖഅതി സൂറത്ത് ഓതാം, അർ-റഹ്മാൻ ഓതാം, തബാറക സൂറത്ത് ഓതാം. സബഉൽ മുൻജിയാത്ത് എന്നറിയപ്പെടുന്ന രക്ഷയുടെ കവാടങ്ങളാകുന്ന സൂക്തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ. ആ സൂറത്തുകൾ ഓതാം. ആ സമയത്ത് ഓതി കഴിഞ്ഞാൽ പെട്ടെന്ന് ആ സമയം കഴിഞ്ഞു. അരമണിക്കൂർ 3/4 മണിക്കൂർ ഉണ്ടാവുള്ളൂ. ഈ ഉദയ സമയം വരെ ഉറങ്ങാൻ പാടില്ല. സുബഹി നമസ്കരിച്ചിട്ട് ഉദയ സമയം വരെ ഉറങ്ങാൻ പാടില്ല. ഒരാൾക്ക് ക്ഷീണമുണ്ട്, യാത്രയിൽ ക്ഷീണമാണ്, അദ്ദേഹം ആ സമയത്തിന് ശേഷം ഉറങ്ങലാണ് നല്ലത്. നിത്യേന ഡെയിലി ഒരാൾ സുബഹി കഴിഞ്ഞ് അങ്ങനെ ഉറക്കം ശീലിച്ചാൽ ബറക്കത്തവന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാനിത് പറയാനുള്ള കാരണം ഇന്ന് മുസ്ലിം സഹോദര സഹോദരിമാരിൽ ഏറ്റവും കൂടുതൽ അപകടം പെടുന്നിരിക്കുന്ന ഈ വിഷയത്തിലാണ്. സുബഹി കഴിഞ്ഞിട്ട് ഈ സമയത്തുള്ള ഉറക്കം, പ്രത്യേകിച്ച് സഹോദരങ്ങൾ, ചെറുപ്പക്കാരായ ആളുകൾ മടിയന്മാരാകുന്നത്, അലസന്മാരാകുന്നത്, ജോലി ഇല്ലാതാകുന്നത്, കച്ചവടമില്ലാതാകുന്നതിന്റെ ഒക്കെ മർമ്മപ്രധാന കാരണം എന്താ? സുബഹി കഴിഞ്ഞ ഉടനെയുള്ള ഉറക്കാണ്. അത് മാറ്റണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. രാവിലെ വ്യായാമത്തിന് നീ പള്ളിയിലേക്ക് കൊണ്ട് പോകും, സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോ. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് അരമണിക്കൂർ ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ തസ്ബീഹ് എടുത്ത് ദിക്ർ ചെല്ല്. ഇനി ഒന്നും വേണ്ട, അവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്കുള്ള നടത്തത്തിൽ അല്ലെങ്കിൽ കവലയിലേക്കുള്ള നടത്തത്തിൽ 10 ദിക്ർ ചെല്ല്. ആ ഉദയത്തിന്റെ സമയം കഴിഞ്ഞിട്ടേ ക്ഷീണമുള്ള ആളുകൾ അല്പം കടക്കാവുള്ളൂ, അല്ലാതെ കടക്കാൻ പാടില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ.
കാരണം ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. ഇത് ഫിത്നയുടെ കാലഘട്ടമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയില്ലയോ, സയഅതി അലന്നാസി സമാൻ ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൻ സറാ. ഒരു കാലഘട്ടം എന്റെ പ്രിയപ്പെട്ട സമുദായത്തിന് കടന്നു വരാനുണ്ട് സാബ. ആ കാലഘട്ടത്തിൽ ഫിത്നയാണ് ഉണ്ടാവുക. എങ്ങനത്തെ ഫിത്നയെന്നറിയുമോ? ഫിത്നത്തുൽ ളറാ ബഅദ ഫിത്നത്തിൻ സറാ. സുഭിക്ഷതയുടെ കാലഘട്ടം കൊണ്ടുള്ള ഫിത്നയ്ക്ക് ശേഷമാണ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന, കഷ്ടപ്പാടുകൾ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം അവർക്ക് കടന്നു വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടം അല്ലേ ഇത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ആ കാലഘട്ടം അല്ലേ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഫിത്നത്തുൽ ളറാ. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഫിത്നത്തുൽ ളറാ എന്ന സംഗതി എല്ലാവർക്കും പിടികൂടുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിമീങ്ങൾക്കും പിടിപെടും. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നോട്ട് നിരോധിച്ചിട്ട് ഇപ്പൊ ആർക്കാ ഏറ്റവും കൂടുതൽ കുഴപ്പം? എല്ലാവർക്കും പെട്ടു, എല്ലാരും ബുദ്ധിമുട്ടി അല്ലേ? മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഇതര സമുദായത്തിലേതാകുന്ന പാവപ്പെട്ട സഹോദരങ്ങളൊക്കെ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഫിത്നത്തുൽ ളറാ എല്ലാരെയും പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ന്യൂ ഇയറിന്റെ തന്നെ വാർത്ത എന്താ? പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഫിത്നത്തുൽ ളറാ ആണത്. എല്ലാവർക്കും ഫിത്നയാണ് മൊത്തത്തിൽ. സാമ്പത്തിക ബുദ്ധിമുട്ട്, കൺസ്ട്രക്ഷൻ വർക്കുമായി മുന്നോട്ട് പോയവർക്ക് അതിന്റെ പ്രയാസം. അതുപോലെ തന്നെ വീട് എടുക്കാൻ വേണ്ടി ജോലിക്കാര് പണി അന്വേഷിച്ചുകൊണ്ട് എത്രയോ സഹോദരങ്ങളാണ്. ബംഗാളികൾക്ക് നാട്ടിൽ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോവാണ്, റിട്ടേൺ പോവാ. മുമ്പ് ബംഗാളികൾ ലീവിന് പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ആന്ധ്രാപ്രദേശത്തിലേക്ക് ബസ് പിടിച്ച്, ടൂറിസ്റ്റ് ബസ് പിടിച്ച്, AC പിടിപ്പിച്ചിട്ട്, AC ഉള്ള ബസ്സിൽ പിടിപ്പിച്ച് അതിൽ യാഹത്തായിട്ട് യാത്ര ചെയ്തു. 3 ലക്ഷം രൂപയാണ് ബസ്സിന് കൂലി കൊടുത്തത്. 3 ലക്ഷം രൂപ. കോട്ടയത്ത് നിന്ന് യാത്ര പോയതാണ്, നമ്മുടെ നാട്ടിൽ കുമ്മനത്ത് നിന്ന് യാത്ര പോയതാണ്. ഞാനത് പറയാൻ കാരണം നമ്മുടെ ഒരു സഹോദരനാണ് അതുമായി ബന്ധപ്പെട്ടത് കൊടുത്തത്, എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്. 3 ലക്ഷം രൂപ. അത്രത്തോളം വരുമാനം നമ്മുടെ ഈ നാട്ടിൽ വന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നു ബംഗാളികൾ. പക്ഷെ നമ്മൾ അധ്വാനശീലരാകുന്നില്ല. നമുക്കിപ്പോഴും പ്രവാസ ലോകമാണ് അല്ലേ? ഇവിടെ കിട്ടുന്ന 15,000 അവിടെ കിട്ടിയാലും ഒക്കെ നമുക്ക് റാഹത്താണ്. ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിപത്തുകളൊക്കെ. നമ്മളൊന്ന് അധ്വാനിക്കാൻ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഫിത്നത്തുൽ ളറാ പിടികൂടും മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ഫിത്നത്തുൽ ളറാ വരുന്നത് സാമ്പത്തിക പ്രശ്നം മാത്രമല്ല. IS ഭീകരരെന്ന് പറയുന്നത് പോലെ മുസ്ലിം സഹോദരങ്ങളെ മാത്രമായി സഹോദരിമാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടവുമായിരിക്കും അതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ആ കാലഘട്ടം മുന്നോട്ട് പോകുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സയഅതി അലന്നാസി ബഅദ ദാലിക ഫിത്ന. ഫിത്നത്തുൽ ളറായിലൂടെ സുഭിക്ഷതയുടെ കാലഘട്ടത്തിന് ശേഷമുള്ള ളറാഉൽ ബുദ്ധിമുട്ടിൻ്റെതാകുന്ന പ്രയാസത്തിന്റെ കാലഘട്ടം ജനങ്ങൾക്ക് വന്ന് നിൽക്കുമ്പോ ഒരു ഫിത്ന കൂടി കടന്നു വരും സാബാ. ഫിത്നത്തുൻ അമിയാ സമ്മാ. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അതെന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയാണ് രണ്ടാമതായി കടന്നു വരിക. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. ഒരു 25 കൊല്ലം മുമ്പ് ഇങ്ങോട്ട് 80 അല്ലെങ്കിൽ 85 കാലഘട്ടം മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ സുഭിക്ഷതയായിരുന്നു. വീടില്ലാത്ത പലർക്കും വീട് വെക്കാൻ തൗഫീക്ക് കിട്ടി. റാഹത്താകുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വിവാഹ ജീവിതം നടന്നു. ആ വിവാഹ ജീവിതത്തിൽ സാലിഹ്യങ്ങളാകുന്ന മക്കളായി. നല്ലൊരു വാഹനമുള്ളവരുണ്ട്, നല്ല വീട് വെച്ചവരുണ്ട്, നല്ല കുടുംബം, നല്ല അന്തരീക്ഷത്തിൽ പോകുന്നവരുണ്ട്, ബിസിനസ് റാഹത്തായ നിലയിൽ പോകുന്നവരുണ്ട്. ആ ഒരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് 90 രൂപയുടെ ഓട്ടോ ആയിട്ടുള്ളെങ്കിലും 100 രൂപ അങ്ങോട്ട് ഓട്ടോക്കാരന് കൊടുക്കും അല്ലെ? 10 രൂപ നീ വെച്ചോന്ന് പറയും. അതാണ് സുഭിക്ഷത.
അള്ളാന്റെ റസൂൽ പറഞ്ഞത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടാകും, അത് ഫിത്നയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സുഭിക്ഷതയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം പിന്നീട് വരുന്നതാണ് ഫിത്നത്തുൽ ളറാ, ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ? ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. എത്ര ജോഡി ചെരുപ്പ്, എത്ര ജോഡി ഡ്രസ്സുകൾ സുഭിക്ഷതയായിരുന്നു. എവിടെ നോക്കിയാലും ആഹാരം ഇഷ്ടം പോലെ വാരി വിതറുകയാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മാംസാഹാരം കൊടുക്കണം കുടുംബത്തിനെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. അത് വ്യക്തമായി രേഖപ്പെടുത്തിയ ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ആഴ്ചയിൽ ഒരു ദിവസം കുടുംബത്തിന് മാംസാഹാരം കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്തെ നമ്മൾ വിലയിരുത്തുക മാത്രമല്ല, ഡെയിലി വീട്ടിലേക്ക് മാംസാഹാരം കടന്നു വരുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഈ കഴിഞ്ഞ 10 വർഷം അല്ലെങ്കിൽ 20 വർഷം നമുക്കുണ്ടായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ മീൻ വാങ്ങും, എല്ലാ ദിവസവും ഇറച്ചി വാങ്ങും. എന്നാൽ ഇനി ഒരു ഫിത്നയുടെ കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് പറയാൻ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫിത്നത്തുൽ ളറാ, സാമ്പത്തികപരമായി പ്രയാസം, ശാരീരികപരമായി പ്രയാസം, ജോലിയില്ലാത്ത അവസ്ഥ, മൊത്തത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ വരെ സാമ്പത്തിക മാന്ദ്യം പിടികൂടുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് അടുത്ത ഫിത്ന വരുന്നത്. അതേതാ ഫിത്ന? ഫിത്നത്തുൻ അമിയാഉ സമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അതെന്ന് നബിയുനാ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് മിമ്പറിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, സഹാബാ, ഈ ഫിത്ന മുസ്ലിമീങ്ങൾക്ക് മാത്രമാ. ഫിത്നത്തുൽ ളറാ അഥവാ സാമ്പത്തിക പ്രശ്നങ്ങൾ ലോകർക്ക് മുഴുവനും ഉണ്ടാവുമെങ്കിൽ ഫിത്നത്തുൻ അമിയാഉ സമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്ന മുസ്ലിമീങ്ങൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അഥവാ മുസ്ലിമീങ്ങൾ കൈകാലിട്ടടിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് ലോകത്തോട് യാചിച്ചാലും കേണപേക്ഷിച്ചാലും ഒരാൾ പോലും അവരെ കേൾക്കൂല, ഒരാൾ പോലും അവരെ കണ്ടെന്ന് വരുത്തൂല. കണ്ടില്ലയോ നിങ്ങൾ മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, പാവപ്പെട്ടതാകുന്ന സഹോദരങ്ങൾ അവരുടെ ശരീരത്തിലേക്ക് കുന്തം കുത്തിയിറക്കിയിട്ട് പച്ചയ്ക്ക് കൊണ്ടുവന്നിട്ട് കത്തിക്കുന്നത് കണ്ടില്ലയോ? അവരുടെ ശരീരത്തിലേതാകുന്ന അവയവങ്ങൾ ഇഞ്ചിഞ്ചായി മുറിച്ചത് കണ്ടില്ലയോ? കുടൽമാല വെളിയിലേക്ക് ചാടിച്ചത് കണ്ടില്ലയോ? വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായിട്ട് അതിന്റെ ഫോട്ടോകൾ കൊണ്ട് നിറഞ്ഞില്ലയോ? മുസ്ലിമേ, മുസ്ലിമേ, ആ പാവപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങൾ അവരെ സഹായം അപേക്ഷിച്ചിട്ട് പോലും ഒരു അറബ് ലീഗ് അവരെ സഹായിക്കാനില്ല, ഒരു ഐക്യരാഷ്ട്ര സഭ അവരെ തിരിഞ്ഞു നോക്കാനില്ല, ഒരു ആള് പോലും ആ പാവപ്പെട്ട മുസ്ലിമീങ്ങളുടെ രോദനം കേൾക്കാൻ ഇല്ലേ ഇല്ല. ഇതാണ് പ്രവാചകൻ പറഞ്ഞത്. ഒരു കാലഘട്ടം കടന്നു വരും സഹാബാ, ഫിത്നത്തുൻ അമിയാഉ സമ്മാ, കണ്ണും കാതും അടപ്പിക്കുന്ന ഫിത്നയായിരിക്കും അത്. അന്ന് മുഅ്മിനീങ്ങൾ വിളിച്ച് കേണപേക്ഷിച്ചാലും ഒരാൾ പോലും രക്ഷയ്ക്ക് വരൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഫൈദാ ഖീല ഇൻഖലത് തമാദ്ദത്, ഫൈദാ ഖീല ഇൻഖലത് തമാദ്ദത്. പലരും പറയും ആ പ്രശ്നമൊക്കെ തീർന്നു, കെട്ടടങ്ങി, IS ഭീകരം എന്നുള്ള വർത്താനമൊക്കെ ഇപ്പൊ ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ തമാദ്ദത്ത്, അതിങ്ങോട്ട് പറഞ്ഞു തീരേണ്ട താമസം അത് നീണ്ടു നീണ്ടു കിടക്കും. മുഹമ്മദ് റസൂലുള്ളാഹി അത് മാറിപ്പോകൂല. ഇത് ആരൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഉറക്കെ പറയും മനുഷ്യന്മാർ, ആർക്ക് മാത്രമേ ഉള്ളൂ? മുസ്ലിമീങ്ങൾക്ക് മാത്രം. ആരാ ഇത് പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂല് പറയാ, എത്രത്തോളം അന്ന് ഈ ഫിത്ന നിങ്ങൾക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ, മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടില്ല എങ്കിൽ അവരുടെ അംഗത്തെ പറ്റി അവർ പ്രത്യേകം ശ്രദ്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഞാൻ മുസ്ലിമാണോ എന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ സമയത്ത് അവർക്ക് ആ ഫിത്ന വന്നിട്ടില്ല എങ്കിൽ എന്ത്? മുഹമ്മദ് റസൂലുള്ളാഹി. മുസ്ലിമീങ്ങൾക്ക് അത് വരും എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അത് പ്രശ്നങ്ങൾ കെട്ടടങ്ങി എന്ന് പറഞ്ഞാലും തമാദ്ദത്ത് വീണ്ടും വീണ്ടും അത് നീണ്ടു നിൽക്കും. മുഹമ്മദ് റസൂലുള്ളാഹി ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ നജാ
കദ്വാഇൽ ഖരീഖി ഫിൽ ബഹരി. എന്റെ പ്രിയപ്പെട്ട അഴൂക്കോട് ജട്ടിയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ആയിരക്കണക്കാകുന്ന വിശ്വാസികളോട് കുമ്മനം ഉസ്താദിന് ഒന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. ഇത് പറഞ്ഞു തരാൻ പ്രവാചകൻ നമുക്കിന്നില്ല. ഇത് പറഞ്ഞു തരാൻ ഇന്ന് ഉലമാക്കളെയുള്ളൂ, പണ്ഡിതന്മാരെയുള്ളൂ. അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാകുന്ന ഉലമാക്കളെ ഇത് പറഞ്ഞു തരാനുള്ളൂ. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, സഹാബാ സഹാബാ ലാ യൻജൂ മിൻഹാ ഇല്ലാ മൻ ദആ കദ്വാഇൽ ഖരീഖി ഫിൽ ബഹരി. സമുദ്രത്തിൽ കടന്നുകൊണ്ട് എന്നെയൊന്ന് രക്ഷിക്കണേ, എന്നെയൊന്ന് രക്ഷിക്കണേ, എന്നെയൊന്ന് കരകയറ്റണേ എന്ന് നീന്തലറിയാത്ത മനുഷ്യൻ കടന്നുകൊണ്ട് അവന്റെ ജീവൻ അപകടത്തിൽ പെടുന്ന സമയത്ത് നിലവിളിച്ചുകൊണ്ട് ദ്വാരക്കുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുന്ന മുഅ്മിനല്ലാതെ രക്ഷപ്പെടൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഡിസംബറിന്റെ കടുങ്കോച്ചെന്ന തണുപ്പ് വിട്ടിട്ടില്ലാത്ത ഈ ജനുവരി മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ പുതച്ചൂടി നീ കടങ്ങരുതേ, നീ പുതച്ചു മൂടി കടക്കരുതേ. തഹജ്ജുദ് നമസ്കരിക്കണേ, റബ്ബിലേക്ക് പൊട്ടിക്കരുത് ദ്വാരക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, പാവപ്പെട്ട മുസ്ലിമീങ്ങളെ മാത്രമായി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഫിത്ന കടന്നു വരാനുണ്ട് സാബാ, ഒരു ഫിത്ന കടന്നു വരാനുണ്ട് സാബാ. അന്ന് മുസ്ലിമീങ്ങൾ കടന്ന് നിലവിളിച്ചാൽ ഒരാൾ പോലും തിരിഞ്ഞു നോക്കൂല, ഒരൈക്യരാഷ്ട്രസഭ അവരെ രക്ഷിക്കാനുണ്ടാവൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നീട് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പ്രവാചകരും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ദുആ ചെയ്താലല്ലാതെ ആ സമയത്ത് രക്ഷപ്പെടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഞാൻ ഈ ദുആഅക്ക് ആദ്യം നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിയത്. നരകത്തെ കാവലുള്ളതാകുന്ന ഈ ദുആഅക്ക് നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മുസ്ലിമീങ്ങളുടെ കൈകളിലിരിക്കുന്നതാകുന്ന ഇസ്ലാമിക രാഷ്ട്രമാകുന്ന തുർക്കി നഷ്ടപ്പെടുക. മുഹമ്മദ് റസൂലുള്ളാഹി. തുർക്കി ആരുടെ രാഷ്ട്രമാണ് ഇപ്പം? ഞാൻ എന്റെ പ്രസംഗത്തിൽ തന്നെ അത് പറഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചില്ലേ? മുസ്ലിങ്ങളുടെ കയ്യിലിരിക്കാണ് ഇപ്പൊ. കുറച്ച് ലോകാര്യം പറയാൻ പോകുന്നു, ശ്രദ്ധിച്ചോ. ഇനി ഒരു നടക്കാൻ പോകുന്ന ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് പറയാൻ പോകുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷം മുമ്പ് അവിടുത്തെ സുന്ദരമായ നാവിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, തുർക്കി നഷ്ടപ്പെടുമത്രേ, മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന തുർക്കി നഷ്ടപ്പെടുമത്രേ. നബിയുനാ റസൂലുള്ളാഹി. ഈ കണ്ണും കാതുമടപ്പിക്കുന്ന ഫിത്ന ഇങ്ങനെ നിലനിൽക്കുമ്പോ ഇന്ന് മുസ്ലിമീങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ തുർക്കി നഷ്ടപ്പെടുമെന്ന് ആര് പറയാ? നബിയുനാ റസൂലുള്ളാഹി. അതൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങൾ, ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്ക് പുലരുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു മുസ്ലിമീങ്ങളാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. കാരണം റസൂലുള്ളാഹി 1400 വർഷം മുമ്പ് പറഞ്ഞു വെച്ചല്ലേ, അതിപ്പോ നമ്മളിപ്പോ വെളിപ്പെടുത്തി. ഇപ്പൊ മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള ഈ രാഷ്ട്രം നഷ്ടപ്പെടുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതൊരു ചെറിയ സംഭവമല്ല, ഇനി വരാനിരിക്കുന്ന ഒരു സംഭവമാണ്. തുർക്കി 2 പ്രാവശ്യം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കി. 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത്. ഒന്ന് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചടക്കിയിട്ടുണ്ട്. സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞില്ലയോ, സ്വഹാബാ, അടുത്ത സമയത്ത് തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ, തുർക്കി നിങ്ങൾ പിടിച്ചെടുക്കുമേ, അതിൽ നിങ്ങൾ അണിചേരണേ, അത് വലിയ കൂലിയുള്ളതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ ധർമ്മസമരത്തിന് വേണ്ടി അനുയായികൾ പോകുമ്പോ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അതിന്റെ നേതൃപടവും അലങ്കരിച്ചിരുന്നു അത്രേ. അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലാണ് തുർക്കി പിടിച്ചിട്ട്. ആരാ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു? അദ്ദേഹത്തിന്റെ വീട്ടുമുപ്പടിക്കലാണ് അള്ളാന്റെ റസൂലിന്റെ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത്. പണ്ട് നമ്മൾ മദ്രസയിൽ പഠിച്ച ചരിത്രമാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പലായനം ചെയ്ത് കടന്നു വരുമ്പോ അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ വീട്ടു പടിക്കലാണ് ഒട്ടകം മുത്തുകുട്ടിയത്. ആ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അദ്ദേഹം ഈ തുർക്കി പിടിച്ചെടുക്കുന്നതിനുള്ള സഹാബത്തിന്റെ കൂടെ പോവുകയും വിജയശ്രീ ലാളിതരായി തുർക്കി അവരുടെ കയ്യിൽ അഥവാ ഇസ്ലാമിക രാഷ്ട്രമാവുകയും ചെയ്തു. ഇനി തെറ്റിദ്ധരിക്കരുത്, എന്റെ വാക്ക് കേട്ടിട്ട് തുർക്കി പിടിച്ചെടുക്കാന്ന് പറഞ്ഞതിലൂടെ വാളും വരിചേട്ട് പോയി തലവെട്ടിക്കളഞ്ഞ് കൈകാലുകൾ ഛേദിച്ചിട്ട് അംഗവൈകല്യം ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ. ഇത് ധർമ്മസമരമാണ്. മുസ്ലിമീങ്ങളുടെ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമാകുന്ന ആശയങ്ങളും ആദർശങ്ങളും ആ സമുദായത്തിൽ, ആ ജനങ്ങളിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞതിന്റെ വാക്ക്. മനസ്സിലായില്ലേ? ഇസ്ലാമികമാകുന്ന ആശയവും ആദർശങ്ങളും അവർക്ക് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിനുവേണ്ടി തുർക്കി ഇസ്ലാമിക രാഷ്ട്രമായി. അതിനുശേഷം മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് വീണ്ടും നഷ്ടപ്പെട്ടു. പിന്നീട് രണ്ടാമത് മുസ്ലിമീങ്ങൾ പിടിച്ചതാണ് AD 15-ാം നൂറ്റാണ്ടിൽ പിടിച്ചെടുക്കുന്നത്. ആ പിടിച്ചെടുക്കലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അന്ന് തുർക്കി പിടിച്ചെടുത്ത സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നതാകുന്ന ഓർത്തഡോക്സ് വിഭാഗക്കാർ റഷ്യയിലേക്ക് പലായനം ചെയ്തു. തൊട്ടടുത്തുള്ള രാജ്യമാണ് റഷ്യ. അങ്ങോട്ട് പലായനം ചെയ്തു. ഇന്ന് റഷ്യയിൽ 77% ഓർത്തഡോക്സുകാരാണ്. റഷ്യൻ നേവി ബേസ് 6 ഭാഗങ്ങളിലായിട്ട് 6 നേവി ബേസ് ഇപ്പോൾ തന്നെ റഷ്യയുടെ ഭാഗങ്ങളിൽ അഥവാ തുർക്കിയുടെ അറ്റത്തായിട്ട് അവർ ഇപ്പോൾ തന്നെ താവളം അടിച്ചിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അഥവാ ഏത് നിമിഷവും തുർക്കി പിടിച്ചെടുക്കാം. ആര് പിടിച്ചെടുക്കും? റഷ്യ പിടിച്ചെടുക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ റഷ്യ തന്നെ പിടിച്ചെടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹിന്റെ റസൂൽ പ്രവചിച്ച വചനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നടക്കാൻ പോകുന്ന സംഭവം. എന്തെങ്കിലും ഒരു ദിവസം പത്രം എടുത്ത് നോക്കിയിട്ട് യുദ്ധം തുടങ്ങാണ്, റഷ്യയും തുർക്കിയും തമ്മിൽ യുദ്ധം. അപ്പൊ നിങ്ങൾ മനസ്സിലായി ഉസ്താദ് പറഞ്ഞ സംഭവം എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് തിരിയും. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് വന്നതിന് ശേഷം പിന്നെ ആയത്തോ ദിവസവും കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ആദ്യം കൊണ്ട് ഓർമ്മപ്പെടുത്തത്. ഇത് ചിലപ്പോൾ അടുത്ത കൊല്ലം എന്ന് പറയാൻ വരുമ്പോൾ സംഭവം ചിലപ്പോൾ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അന്ന് ആയത്തോ ദിവസം ഓതി പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യമില്ല. ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഏതാ തുർക്കി? ഇന്ന് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെടിവെപ്പുണ്ടായി. നിശാ ക്ലബ്ബിൽ വെടിവെപ്പുണ്ടായിട്ട് 39 പേര് മരിച്ചു എന്ന് പ്രമുഖ പത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുത്തശ്ശി പത്രങ്ങളിലൊക്കെ ഉണ്ട്, ഫ്രണ്ട് പേജിലുണ്ട്. പലരും ദർശിച്ചിട്ടുണ്ടാവും. ആ തുർക്കിയിൽ. കാരണം എന്താ? അവിടെ ഇപ്പോൾ അനിസ്ലാമികത കടന്നു വരുന്നു. നിശാ ക്ലബ്ബുകൾ, രാത്രി സമയത്തുള്ളതാകുന്ന പാട്ടും കൂത്തുകൾ കടന്നു വന്നു. അതുകൊണ്ട് തന്നെ അത് മുസ്ലിമീങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെടും. ദീനില്ല, ദീൻ നഷ്ടപ്പെടുകയാണ് അവിടെ. ദീൻ നഷ്ടപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനില്ലാത്ത ആളുകളുടെ മേൽ അത് ദീനപ്പെടുത്താണ്. ഇങ്ങനെ തുർക്കി നഷ്ടപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവനും പ്രയാസത്തിലാ. ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും പ്രയാസത്തിലാണ്. എല്ലാവരും സാമ്പത്തികമായി പരാധീനം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയില് മഖാം ഇബ്രാഹിമിന്റെ ചാരത്തൊരു മനുഷ്യൻ വരുക. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിച്ചെല്ലും അത്രേ. അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് മദീനക്കാര് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ മക്കക്കാര് വന്നുകൊണ്ട് ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ഇറാഖികൾ ബൈഅത്ത് ചെയ്യുമത്രേ. പിന്നെ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും അദ്ദേഹത്തെ ഖലീഫയായി പ്രഖ്യാപിക്കുമത്രേ. അദ്ദേഹത്തിന്റെ പേരാണ് മഹദി ഇമാമെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുആതിഉ ഇസ്മി ബിഇസ്മിഹി വഇസ്മു അബീഹി باسم أبي من أولاد فاطمة من سلالة حسن. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്. സഹാബത്തെ മഹദി ഇമാം കടന്നു വരുന്ന സമയമാ. അദ്ദേഹം പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷരീഫിൽ മഖാം ഇബ്രാഹിമിന്റെ സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി മിൻ ഔലാദി ഫാത്തിമ
മദീനക്കാരനാണ് ബഹുമാനപ്പെട്ട മഹദി ഇമാം. എന്റെ മകളാകുന്ന ഫാത്തിമയുടെ മക്കളിൽപ്പെട്ടതാണ്. മിൻ സുലാലത്തി ഹസൻ, ഹസനിന്റെ പേരക്കുട്ടിയാണ്, ഹസനിന്റെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. യുആതിഉ ഇസ്മി ബിഇസ്മിഹി, എന്റെ പേര് അദ്ദേഹത്തിന്റെ പേരുമായി സാമ്യമുള്ളതാണ്, അഥവാ മുഹമ്മദ് എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഇസ്മു അബീഹി ബിഇസ്മി അബീ, അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് എന്റെ വാപ്പാന്റെ പേരിനോട് സാമ്യമുള്ളതാണ്, അഥവാ അബ്ദുള്ള എന്നായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. പക്ഷെ മഹദി ഇമാമിന് ആ സമയത്ത് എത്ര വയസ്സുണ്ടാകും? 40 വയസ്സുണ്ടാകും. മഹദി ഇമാമിന് മഹദി ഇമാമാണെന്ന് അറിയണമെങ്കിൽ വയസ്സ് എത്ര ആകണം? 40 ആകണം. അതുകൊണ്ടാണ് അത്രയും വൈകിയത്.